മലബാറിലുള്ള ആളുകൾ നിങ്ങൾ പറഞ്ഞു കച്ചവടക്കാരാണ്. വി ഹാവ് സച്ച് എ മൈൻഡ് സെറ്റ്. പക്ഷേ ഭയങ്കരമായിട്ട് മണി മോട്ടീവ് അല്ല. മണി നമുക്ക് വേണം, പക്ഷെ ദാറ്റ്സ് നോട്ട് ദ പ്രൈമറി മോട്ടീവ്. ജസ്റ്റ് മണി ഡ്രിവൺ അല്ല, ജസ്റ്റ് മണി ഡ്രീവൺ അല്ല. ഇപ്പം എനിക്ക് പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം. എൻ്റെ ഒരു കസ്റ്റമർ ഉണ്ട്. ആൾ എൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ട് പൈസ തരാതെ സാധനം വാങ്ങി പൈസ തരാതെ ആൾ മുങ്ങി. ഞാൻ കേസ് കൊടുത്തു. ഇവിടെ അല്ല, മറ്റൊരു GCC തന്നെ വേറൊരു രാജ്യത്ത് ഞാൻ കേസ് കൊടുത്തു. അതുപോലെ പല ആളുകളും കേസ് കൊടുത്തു. കേസ് കൊടുക്കാൻ വേറെയും ചില റീസൺസ് ഉണ്ടായിരുന്നു. ആളകത്താണ്. 2 വർഷത്തിന് മേലായി ആളകത്ത് കിടക്കുന്നത്. എൻ്റെ അടുത്ത് ഇന്നേ വരെ ആളുടെ ഫാമിലിയിൽ പെട്ട ഒരാൾ പോലും എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല. ആ കേസൊന്ന് പിൻവലിക്കണമെന്നോ ഒരാവശ്യം പറഞ്ഞിട്ട് ഇതുവരെ. ആൾ തെക്ക് ഭാഗത്തുള്ള ഒരാളാണ്, എന്നെ സ്ഥലം പറയാമെന്നില്ല. എനിക്ക് ഭയങ്കര എന്താ പറയുക അത്ഭുതമാണ്. കാരണം ഒരാൾ ബന്ധപ്പെട്ടിട്ടില്ല. ഇത് മലബാറിലാണെങ്കിൽ നെക്സ്റ്റ് ഡേ കോൾ വന്നിട്ടുണ്ടായിരിക്കും. സംഘടനകൾ വരും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാർ വരും, മഹല്ല് വരും, നാട്ടുകാർ വരും, ഫ്രണ്ട്സ് വരും, റിലേറ്റീവ്സ് വരും. സെക്കൻഡ് ഡേ മുതൽ നമുക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് 2 വർഷം എൻ്റെ അടുത്ത് ഒരാൾ വരുന്നില്ല. ഞാൻ പലപ്പോഴും അങ്ങോട്ട് ബന്ധപ്പെടുകയാണ്. പക്ഷെ മലബാറിലാണെങ്കിൽ ഒരാൾ പോലും അങ്ങനെ കിടക്കേണ്ടി വരില്ല. മനുഷ്യരെ ഇങ്ങനെ മണ്ണ് പോലെ ഇങ്ങനെ ഇഴുകിച്ചേർന്ന് സ്നേഹിക്കുന്ന ഒരു വല്ലാത്ത ഹൃദയം, അത് മലബാറിൻ്റെ മണ്ണിൽ നിന്ന് മനുഷ്യർക്ക് കിട്ടിയിട്ടുണ്ട്. അതിനി അതിനകത്ത് ഒരു റേസിസവും ഇല്ല, അതിനകത്തൊരു പാർഷ്യാലിറ്റി ഇല്ല, ഒന്നുമില്ല. അതിനകത്ത് ജാതിയില്ല, മതമില്ല, അതിനകത്ത് ഒന്നുമില്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ മൂല്യങ്ങൾ, ഞാൻ വിശ്വസിക്കുന്നത് കണ്ടേജിയസ് എന്ന്, ഈ കൊറോണ വൈറസിനേക്കാൾ വേഗത്തിൽ മൂല്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ മൂല്യബോധമുള്ള ഒരു മനുഷ്യൻ്റെ കൂടെ കുറച്ച് നാൾ നമ്മൾ ഇടപെട്ടാൽ അവൻ്റെ മൂല്യങ്ങൾ കുറേയൊക്കെ നമ്മളിലേക്ക് പകരും. ആ മൂല്യങ്ങൾ പകരും. അങ്ങനെ പകർത്തപ്പെട്ട കുറേ പകർച്ചവ്യാധിയുള്ള മൂല്യങ്ങളുടെ പകർച്ചവ്യാധിയുള്ള മനുഷ്യരാണ് മലബാർ മേഖലയിൽ ജീവിക്കുന്നത്. ഇപ്പം എൻ്റെ നാട് ഞാൻ പറഞ്ഞു, കിഴിക്കര എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമമാണ്. അവിടെയൊക്കെ പാവപ്പെട്ടവർ ഉണ്ടെങ്കിൽ ദേ ഡസൻറ്റ് വോണ്ട് ടു വറി അബൌട്ട് എനിത്തിങ്. ഞങ്ങളുടെ നാട് അവരെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഒരു പാവപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അയാളുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെ നാട്ടുകാരുടെയാണ്. ഞങ്ങളുടെ നാട്ടുകാർ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഒരാൾ പോലും പട്ടിണി കിടക്കണ്ടേ. ഞങ്ങൾക്കൊക്കെ പൊതുവേ മിഡിൽ ക്ലാസ്സിനേക്കാളും അവിടെ കംഫർട്ടബിളായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടാവുക പാവപ്പെട്ടവരായിരിക്കും. അത്രമാത്രം നല്ല ആളുകൾ, അതായത് സ്വന്തം കുടുംബത്തെ പോലെ ചേർത്ത് നിർത്തുന്ന നല്ല മനുഷ്യരുള്ള ഒരു നാടാണ് ഇപ്പം എൻ്റെയൊക്കെ കിഴിക്കര എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഓരോ മലബാറിലുള്ള ഓരോ ഗ്രാമങ്ങളും അങ്ങനെയാണ്. അത് ഈ പറയുന്ന പോലെ റെസ്പെക്റ്റീവ് ഓഫ് എവറിത്തിങ്. അവിടെ മതമില്ല, ഒരു ജാതിയില്ല, ഒന്നുമില്ല. മനുഷ്യരെ കാരണം ദാറ്റ്സ് വാട്ട് വി ലേൺഡ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ എന്താണ്? മനുഷ്യവംശത്തെ ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ബഹുമാനം എന്ന് പറയുന്നത് വലുതാണ്. ബഹുമാനത്തിനേക്കാളും വലുതാണ് ആദരവ്. മനുഷ്യനെ ഞാൻ ദൈവം ആദരിച്ചിട്ടുണ്ടെങ്കിൽ, പഠിച്ച റബ്ബ് ആദരിച്ചിട്ടുണ്ടെങ്കിൽ, സൃഷ്ടാവ് ആദരിച്ചിട്ടുണ്ടെങ്കിൽ, ആ മനുഷ്യനെ നമുക്കൊരു മനുഷ്യനെ വെറുക്കാൻ നമുക്ക് റൈറ്റില്ല. അതായത് ഞാനൊരു മനുഷ്യനെ വെറുക്കണമെങ്കിൽ ആ മനുഷ്യൻ ദൈവം അള്ളാഹ് പഠിച്ചവനെ ആദരിച്ച മനുഷ്യനാണ്. ആദമിന്റെ എല്ലാ സന്തതികളെയും ഞാൻ ആദരിച്ചു. പിന്നെ മലബാറിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അത് കളങ്കമില്ലാത്ത, വർഗീയതയില്ലാത്ത ശുദ്ധമായ ഹൃദയമാണ്. പിന്നെ മലബാറിന് അതിൻ്റേതായിട്ടുള്ള ചില ഡ്രോബാക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ പെട്ടെന്ന് ഇമോഷണലാവും. ഇപ്പം തെക്ക് ഭാഗത്തുള്ള ആളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ കുറച്ച് വളരെ സൂക്ഷിച്ചിട്ടായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. മലബാർ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, ഓപ്പണായിട്ട് സംസാരിക്കും. പക്ഷെ അവരുടെ മനസ്സ് പൊതുവേ ശാന്തമാണ്, വളരെ ശുദ്ധമാണ്. അവരങ്ങനെ ഒരാളോട് വെറുപ്പും പകയൊന്നും വെച്ച് പുലർത്തുന്ന ആളുകൾ നമുക്ക് കണ്ടിട്ടില്ല. ഈവൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവിടെ സ്പേസ് ഉണ്ടാവില്ല. എക്സംഷൻസ് ഉണ്ടാവാം, പക്ഷെ അവരൊരിക്കലും നമ്മളെ കമ്മ്യൂണിറ്റി, സൊസൈറ്റി ഒരിക്കലും എൻകറേജ് ചെയ്യൂല. അവരെ ശരിക്കും ഒറ്റപ്പെടുത്തും.